ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ രാഗേന്ദു കിരണങ്ങൾ എന്ന മനോഹരമായ ഗാനമാണ് നിങ്ങൾക്ക് തരുന്നത്. എസ് ജാനകി ആലപിച്ചൊരു ഗാനമാണ്. ഈ ഗാനം ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ നൊട്ടേഷൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശങ്കരാഭരണം രാഗത്തിന്റെ അറിയത്തില്ലാത്ത കുട്ടികളാണ്, പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിന്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് എത്തിക്കാം. നോക്കുക. മൂന്നാമത്തെ ഒക്ടവിലാണ് ഞാൻ ഇത് പ്ലേ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒക്ടവ് എന്ന് പറയുന്നത് ഇതാണ്. മൂന്നാമത്തെ ഒക്ടവ്, ഒന്നാമത്തെ ഒക്ടവ്, രണ്ടാമത്തെ ഒക്ടവ്, മൂന്നാമത്തെ ഒക്ടവ്, നാലാമത്തെ ഒക്ടവ്, അഞ്ചാമത്തെ ഒക്ടവ്. അങ്ങനെ 5 ഒക്ടവ് ആണ് ഒരു കീബോർഡിനകത്തുള്ളത്. അപ്പൊ സാധാരണ ഓർഗനൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ടോൺ വായിക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒക്ടവിലാണ് എല്ലാവരും വായിക്കുന്നത്. മിഡിൽ ഒക്ടവ്, മൂന്നാമത്തെ ഒക്ടവ് നമ്മൾ വെസ്റ്റേൺ രീതിക്ക് പറയുന്ന മിഡിൽ ഒക്ടവ് എന്ന് പറയും. അപ്പൊ നമുക്ക് ശങ്കരാഭരണ രാഗത്തിന്റെ ആരോണം അവരോടൊന്ന് വായിക്കാം. സംഗീതം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഈ ശങ്കരാഭരണ രാഗത്തിന്റെ ആരോഹണം അവരോഹണം പാടാൻ പറഞ്ഞവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനകത്ത് 2 കൂടിയ സ്വരങ്ങളാണ് വരുന്നത്. ഋഷവും ദൈവകവും കൂടിയ സ്വരങ്ങളാണ്. അപ്പൊ മായാമളവും നമ്മൾ കുറഞ്ഞ സ്വരം ഇട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് ശങ്കരാഭരണം ആരോഹണം പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ പാടിയാലും അത് മായാമളവേ കടന്നു വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഓർഗൻ വായിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പ്ലേ ചെയ്യാനും നമുക്ക് ഈ സ്വരസ്ഥാനം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പോകും. അപ്പം ഇത് സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പാടി ഇട്ട് തരുന്നത്. നമുക്ക് സ്വരസ്ഥാനം നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൂടിയ ഋഷവും കൂടിയ ദൈവവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മായാമളം സ്വരങ്ങൾ കംപ്ലീറ്റ് മായാമളവും ഗൗളരാഗത്തിനകത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കുറഞ്ഞ ദൈവവും കുറഞ്ഞ ഋഷുവാണ് നമ്മൾ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ അത് ഈ സ്വരം നമുക്ക് ശങ്കരാഭരണം പാടുമ്പോൾ നമുക്ക് വാദ്യമായിട്ടൊക്കെ പാടുമ്പോൾ കടന്നു വരുള്ളൂ. പിന്നെ കൂടി നമുക്ക് വരാൻ പിന്നെ ഒരുപാട് സമയം നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. മായാമള ഗൗളരാ ശങ്കരാഭരണ. അപ്പൊ ആ സ്വരത്തിന്റെ സ്റ്റേജ് നമുക്ക് അതിന്റെ അടുത്തടുത്ത സ്വരങ്ങളാ. കുറഞ്ഞ ദൈവകവും കൂടിയ സ്വരങ്ങളും അടുത്തടുത്ത വരുന്നത്. അപ്പം രീം അടുത്തടുത്ത വരുന്നത്, കുറഞ്ഞ രീം കൂടിയ രീം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ ഇരിഷം പാടിയിട്ട് പിന്നെ കൂടിയ ഇരിഷം പാടാൻ പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞ ഇരിഷം തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടക്കാം. രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന് തുടങ്ങുന്ന ഗാനം. അപ്പൊ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം നിങ്ങൾക്ക് കുറേശ്ശെ പറഞ്ഞത്. ഇതാണ് ഫസ്റ്റത്തെ നോട്ട്.
നീ ഫ ഫ നീ ഫ ഫ നീ ഫ നീ ദ നീ ദ. നിങ്ങൾ നോട്ട് എഴുതിയിടുക, ബുക്കിനകത്ത് എഴുതിയിട്ടിട്ട് അത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നീ ഫ ഫ നീ ഫ ഫ നീ ഫ നീ ദ നീ ദ. അടുത്തത് ദ ധ നീ ദ ധ ധ നീ ദ ധ നി ദ പ ദ പ. ഈ നോട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതുക. ഇനി നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പം ആ ലൈന് വ്യത്യാസം വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. വരുന്നുണ്ട് ദാദാനീ നിരിതാ ദാദാനീ നിരിതാ ധനിതാ പദാ പ. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് ആ നോട്ട് അങ്ങനെ വരുന്നത്. അതിനുശേഷം ഗപാദ ഗപാദ പാരി ഗപാദ ഗപാദ പാരി ഗാരി രി ഗ പദ ഗാരി രി ഗ പദ ഗാരി ഗാരി ഗരി ഗരി. ഇതാണ് നോട്ട് വരുന്നത്. അപ്പൊ പല്ലവിയുടെ നോട്ടാണ് ഇപ്പൊ ഞാൻ വായിച്ചിരുന്നത്. ഇനി നമുക്ക് ഇത് നിങ്ങൾ നോട്ട് എഴുതിയിട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് നോട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി സെക്കൻഡ് ചാൻസിലേക്ക് കടക്കാം. ദാദാദ പദ പാരി ഗാഗ. ആ രണ്ട് പ്രാവശ്യം വായിക്കണം. ദാദാദ പദ പാരി ഗാഗ. അടുത്തല്ലേ ശ്രീ സാരി ഗാരി മാഗ. തുടങ്ങി വായിക്കാം. ശ്രീ ഗാരി മാഗ. അടുത്തല്ലേ ശ്രീ സാരി ഗാരി മാഗ. ശ്രീ സാരി ഗ ഗാരി മാഗ. അടുത്തല്ലേ ഗാമാനി ദാപ ഗാമാനി ദാപ ഗാപാദപ. അവിടെ 5 സ്വരമായിട്ട് കുറഞ്ഞ ദൈവം കയറി വരുന്നുണ്ട്. ഗാമാനി ദാപ ഗാപാദപ. അവിടെ കുറഞ്ഞ ദൈവമായിരിക്കും. ഗാമാനി ദാപ ഗാപാദപ. അതിനുശേഷം പാനി ധനി സ പാനി ധനി. ആ സ്പീഡ് പാട്ട് വായിക്കും. പാനി ധനി ഇത്രയാണ് സെക്കൻഡ് ചാൻസിന്റെ നോട്ട് വരുന്നത്. പിന്നെ നമ്മൾ പല്ലവി റിപ്പീറ്റ് ചെയ്യുക.
ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ നോട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഈ ഞാൻ വായിക്കുന്ന ആ ഫിംഗർ പൊസിഷൻ എല്ലാം മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വളരെ മനോഹരമായ ഗാനമാണ്, ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഇട്ട് ചോദിക്കുക.